യെസ്, വയനാട് മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ലൈവത്തോൺ തുടരുകയാണ്. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയ ശേഷം നമ്മുടെ അതിഥികളൊക്കെ തയ്യാറായി നിൽപ്പുണ്ട്. ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. പാലക്കാട് കൊടുമ്പിൽ കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. കൊടുമ്പ് ഓലശ്ശേരി സ്വദേശി മാരിമുത്തുവാണ് മരിച്ചത്. പാടത്ത് പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്താണ് സംഭവിച്ചത്? പാലക്കാട് കൊടുമ്പ് ഓലശ്ശേരി സ്വദേശിയായ മാരിമുത്തു എന്ന വയോധികനാണ് ഷോക്കേറ്റ് മരിച്ചത്. പാടത്തു നിന്ന് പൊട്ടി വീണ ലൈനിൽ നിന്ന് ഇദ്ദേഹത്തിന് ഷോക്കേൽക്കുകയായിരുന്നു. ഈ സ്വന്തം തെങ്ങിൻ തോട്ടത്തിലേക്ക് ഇദ്ദേഹം ഇന്ന് പോയതായിരുന്നു. ഈ തെങ്ങിൻ തോട്ടത്തിലെ മോട്ടോർ പുരയിൽ നൽകിയ വൈദ്യുതി ലൈൻ പൊട്ടി വീണിരുന്നു. ഇത് ഈ മാരിമുത്തുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അദ്ദേഹം 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഈ തോട്ടത്തിലേക്ക് പോകുന്നത്. ഇദ്ദേഹം തിരിച്ചു വരാതായതോടുകൂടി നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ ലൈൻ കമ്പിക്ക് സമീപം മരിച്ചു കിടക്കുന്നതായി കണ്ടത്. ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന ലൈൻ കമ്പിയാണ്. KSEB ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ മൃതദേഹം ഇപ്പോഴും സംഭവ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. KSEBയുടെ അനാസ്ഥയായ ഒരു പക്ഷേ ആരോപണങ്ങൾ ഉയർന്നേക്കാം. തീർച്ചയായിട്ടും ഇന്നലെ വലിയ ചർച്ചയൊക്കെ നടന്നിരുന്നു. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇത്തരം ഷോക്കേറ്റ് മരണങ്ങൾ സംസ്ഥാനത്തുടനീളം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു അത്തരം ചർച്ചകളൊക്കെ. പക്ഷേ അതിനിടയിലും പാലക്കാട് നിന്ന് വീണ്ടും കർഷകന്റെ ഒരു മരണ വാർത്ത കൂടിയാണ് ഈ മണിക്കൂറിൽ തേടിയതെന്ന് സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി യെസ്